ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന വിശുദ്ധ ഭൂമിയാണിത്. മക്കയിലെ ഏറ്റവും വലിയ മൈതാനമാണ് അറഫ. 50 ലക്ഷം പേർക്ക് വരെ ഒരേ സമയം ഒന്നിച്ചിരിക്കാവുന്ന തുറന്ന മൈതാനം. 230 അടി മുതൽ 1490 അടി വരെ ഉയരമുള്ളൊരു കുന്നും ആ കുന്നിൻ ചെരുവുകളുമായാണ് മൈതാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഹറമിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് അറഫ. മിനായിൽ തമ്പടിച്ച ശേഷം ഹജ്ജിന്റെ 2ാം ദിവസമാണ് തീർത്ഥാടകർ ഇവിടേക്കെത്തുക. ഹാജിമാരുടെ യാത്രക്കായി ബസ്, ട്രെയിൻ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. മിനയിൽ നിന്ന് അറഫയിലേക്ക് നടന്നെത്തുന്നവരും കുറവല്ല. അറഫ സംഗമത്തിൽ പങ്കെടുക്കാനായി പുലർച്ചെയോടെയാണ് തീർത്ഥാടകർ മിനായിൽ നിന്നും പുറപ്പെടുക. മധ്യാഹ്നത്തിന് മുമ്പ് ഇവിടെ എത്തണമെന്നാണ് നിബന്ധന. ഉച്ചയോടെ മസ്ജിദുൻ നമിറയിൽ വെച്ച് അറഫ പ്രഭാഷണം നടക്കും. ഹറമിലെ ഇമാമുമാർ ആണ് സാധാരണ അറഫ പ്രഭാഷണം നിർവഹിക്കുക. അറഫ പ്രഭാഷണത്തിൽ പങ്കെടുക്കൽ നിർബന്ധമായതിനാൽ ചികിത്സാർത്ഥം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട തീർത്ഥാടകരെയും ഈ സമയത്ത് ഇവിടെ എത്തിക്കും. ഇതിനായി പ്രത്യേക മെഡിക്കൽ സംവിധാനങ്ങളും ഒരുക്കുന്നു. മുഹമ്മദ് നബി ഇവിടെ വെച്ച് തന്റെ അവസാന ഹജ്ജ് പ്രഭാഷണം നിർവഹിച്ചുവെന്നാണ് ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന സംഭവമായാണ് ഇത് കണക്കാക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ മനുഷ്യാവകാശ പ്രഖ്യാപനമായും ഈ പ്രഭാഷണത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അടിമത്തത്തിന്റെ മുഴുവൻ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മാനുഷിക സൗഹൃദത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു അറഫയിൽ വെച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ പർവ്വതമെന്ന് അർത്ഥം വരുന്ന അറഫയുടെ പ്രധാന കുന്നിന്റെ മുകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിക്കൊണ്ട് നടത്തിയ വിഖ്യാതമായ പ്രഭാഷണം അത് മുഴുവനും മാനുഷിക സംസ്കാരത്തിന്റെ മോചനങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. പ്രഭാഷണത്തിന് ശേഷം ഈ കുന്നിന്റെ സമീപത്ത് വെച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചതായും ചരിത്രത്തിലുണ്ട്. ഈ മാതൃക പിന്തുടർന്ന് ഹജ്ജിനെത്തുന്ന ഓരോ തീർത്ഥാടകരും ഇവിടെ വെച്ച് പ്രാർത്ഥന നിർവഹിക്കുന്നു. അറഫ സംഗമത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ദിവസം ലോകമെങ്ങുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നു. നോമ്പ് കഴിഞ്ഞാൽ, നിർബന്ധ വ്രതമായ റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാധാന്യമുള്ള സുന്നത്ത് നോമ്പ് അറഫയുടെ നോമ്പാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അറഫയിലെ ദിവസം ഹജ്ജിന് പോകാൻ ഭാഗ്യം സിദ്ധിക്കാത്തവർ ഹജ്ജാജിമാരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി, അവരെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അറഫാ ദിനത്തെ ആദരിക്കുക. അറഫ സംഗമ ദിവസം സൂര്യാസ്തമയം വരെ തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മൈതാനത്ത് തങ്ങും. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മക്ക.